സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷെയർ സത്യത്തിൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാർഡ്ബോർഡ് വെച്ചിട്ട് ഞാൻ കുറച്ച് ബസ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബസ്സുകൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ ഈ വീഡിയോ വന്നിരിക്കുന്നത്. സോ ഗായ്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫോണിലേക്ക് ഞാനിന്ന് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് എത്തുന്നതാണ്. ഗായ്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗായ്സ്, ഈ 5 വണ്ടികളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നമുക്ക് ആദ്യമായിട്ട് ഒമ്നി വാനിനെ പരിചയപ്പെടാം. സോ ഫ്രണ്ടിൽ സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒട്ടിച്ചിരിക്കുന്ന ഗ്ലാസ് പോലെ ഒട്ടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ്. സോ ഇതാ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു ഡോറ് കാണാം. ഡോറ് ഡ്രൈവർ സീറ്റിൻ്റെ ഡോറാണ്. സോ ഇവിടെ ഇപ്പുറത്തും ഒരു ഡോറുണ്ട്. പിന്നെ ഈ ടയറെന്ന് പറയുന്നത് കൊച്ചു കളിപ്പാട്ടം വണ്ടികളിലൊക്കെ ഉള്ള ടയറാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അടിയിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഈ പേനേര ബോഡി നിൽക്കാൻ വേണ്ടിയിട്ടൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടിലെ ടയർ ഇതുപോലെ കയറ്റി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇളക്കുകയും ചെയ്യാൻ പറ്റും. പിന്നെ ഇത്ര ഒന്നിയുടെ വർക്ക്. അടുത്ത നമ്മൾ കൊമ്പനിലോട്ട് പോകും. കൊമ്പനെന്ന് പറയുന്നത് ഫ്രണ്ടിൽ ബസ്സിലെ ഫ്രണ്ടിലൊക്കെ വെച്ചിരിക്കുന്ന സാധനം പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ്, 2 സൈഡിൽ ലൈറ്റ് ഉണ്ട്. പിന്നെ കൊമ്പ്, പിന്നെ കൊമ്പൻ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വെളിയിൽ വരുന്ന ഡോറെന്ന് പറയുന്നത് ഓപ്പണിങ് ഡോറാണ്. ഇതിനൊരു റെഡ് കളറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ടൊരു സ്റ്റെപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിങ് പിന്നെ അവിടെ ഒരു സീറ്റും ഉണ്ട്. അപ്പോൾ ഗ്യാസിൻ്റെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഉണ്ട്. ഫ്രണ്ടിലും അതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ അടിയിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു സെറ്റപ്പ് ചെയ്തെടുത്തിട്ടാണ് അതിൻ്റെ അകത്തൂടെയാണ് ടയർ വെച്ചിരിക്കുന്നത്. ടയർ എന്ന് പറയുന്നത് ഇല്ല പെയിൻറ്റ് ഇരിക്കുന്ന പെയിൻറ്റ് കുപ്പിയിലൊക്കെ അടപ്പാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്തൂടെ ഒരു ലീഫ്ലർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമുണ്ട്. ഇവിടെ ഒരു ലീഫ്ലർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തൂടെ കണക്ട് ചെയ്താണ് ഇരിക്കുകയാണ് വെച്ചിരിക്കുന്നത്. സോ ഇത്രയുള്ള നമ്മളെ കൊമ്പൻ്റെ വർക്ക്. അടുത്ത നമുക്ക് ഓറിയോ എന്ന് പറയുന്ന ഒരു ബസ്സിലോട്ട് വരാം. സോ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട്. അകത്ത് ഒരു സ്റ്റിയറിങ്, പിന്നെ ഒരു കമ്പി ഉണ്ട്. പിന്നെ ഇവിടെ ഒറിജിനൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്പർ പ്ലേറ്റ്, ഇവിടെ ലൈറ്റ് എന്ന് പറയുന്നത് ഗുളികര ഒരു കവറാണ് വെച്ചിരിക്കുന്നത്. പിന്നെ മണ്ടയിലൊരു സാധനം വരുന്നുണ്ട്. പിന്നെ ബാക്കിലോട്ട് വരാണെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഉണ്ട്. പിന്നെ ലൈറ്റ്, 2 സൈഡിലും ലൈറ്റ്. പിന്നെ ഇവിടെ ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ട്. പിന്നെ സൈഡിലോട്ട് വരാണെങ്കിൽ ഇവിടെ ഗ്ലാസ്സുകളുണ്ട്. ഗ്ലാസ് എന്ന് വെച്ചാൽ വരച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു ലഗേജും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ അടച്ചാൽ അവിടെ ഇരിക്കുകയും ചെയ്യും. പിന്നെ ഇവിടെ ഒരു ഡോറ് ഉണ്ട്. അത് കട്ട് ചെയ്ത് ഒട്ടിച്ചതാണ്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ഒരു കൊമ്പും വരുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് അടിഭാഗം എന്ന് പറയുന്നത് കൊമ്പനെ പോലെ നമ്മൾ വേറെ സെറ്റപ്പൊന്നും ചെയ്തിട്ടില്ല. ഈ ടയർ എന്ന് പറയുന്നത് ഒരു RC കാറിൻ്റെ ടയറായിരുന്നു. അതിനെ ഈ ലീഫ്ലറുമായിട്ട് കണക്ട് ചെയ്ത് ഒട്ടിച്ചതാണ്. ഇവിടെ അകത്തൊരു ഈർക്കിലൊക്കെ കുത്തി വെച്ചിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത ബസ്സിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ബസ് എന്ന് പറയുന്നത് ജയ്ഗുരു ജിന്നാണ്. അപ്പം ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്. 2 സൈഡിൽ ലൈറ്റ്. ഇവിടെ ഒരു ഫ്രണ്ടിൽ വയ്ക്കുന്ന സാധനമുണ്ട്. ഇവിടെ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സാണ്. പിന്നെ ഇവിടെ 2 സൈഡിൽ കൊമ്പുണ്ട്. സോ ഇനിയുള്ളത് ഇവിടെ ഒരു ഡോറുണ്ട്.
അതും ഓപ്പൺ ഡോറാണ്, ഓപ്പൺ ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അടുത്ത് ടയർ വരികയാണെങ്കിൽ ലീഫ്ലർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പേനയുടെ ബോഡി വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ബോഡി വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലോട്ട് വരികയാണ്, ഇവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അടുത്തത് ആയിട്ട് ആൾട്ടോ കാർ എന്ന് പോലും പറയൂല, അതുപോലെ അല്ല, എന്നാലും ഉണ്ടാക്കിയെടുത്തതാണ്. ഇവിടെ ഗ്ലാസ് ഒട്ടിക്കണം, ഗ്ലാസ് ഒട്ടിച്ചിട്ടില്ല. പിന്നെ അകത്ത് സീറ്റുക അടിയിൽ കൂടെ വെക്കണം. അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ബോണൊക്കെ വരുന്നുണ്ട്, എഞ്ചിൻ പോലെ സെറ്റപ്പ് ചെയ്യുന്നതാണ്. പിന്നെ സ്പോയർ വരുന്നുണ്ട്. പിന്നെ ഒരു ഡിക്കി പോലെ ഒരു സംഭവം വരുന്നുണ്ട്. ഇവിടെ നമുക്കകത്ത് സാധനം വയ്ക്കാൻ ഇവിടെ ചെറിയൊരു സ്പേസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അടിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ സ്പേസ് ഇട്ടിട്ടുണ്ട്, കാരണം വെച്ചാൽ അകത്ത് സീറ്റ് വയ്ക്കാനാണ്. പിന്നെ ഇവിടെ ടയർ വെച്ചിട്ടുണ്ട്. മോഡിഫിക്കേഷൻ കാർ പോലെയാണ് ഞാൻ ചെയ്തത്, അതുകൊണ്ടാണ് ടയർ വെളിയിലോട്ട് തള്ളിയിരിക്കുന്ന രീതിയിൽ ചെയ്തത്. പിന്നെ ഇവിടെ ടയർ നോർമലി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സാധനം കൊണ്ട് ചെയ്തിട്ടുണ്ട്, ലൈറ്റ്, ഫ്രണ്ട് 2 ലൈറ്റ്. പിന്നെ ഇവിടെ നീല കളർ കൊടുത്തിട്ട് ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഇത് ഇത്രയാണ് ഞാൻ ചെയ്തെടുത്ത ബസ്സുകൾ.